ഹലോ എവരി വൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സോട് കൂടി സെറ്റ്സിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം എങ്ങനെയാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 7 മാർക്കിൻ്റെ അടുത്തോളമാണ് നമുക്ക് സെറ്റിൽ നിന്ന് മാർക്ക് വരിക. സോ അത് മാക്സിമം കവർ ചെയ്യാം, മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ മാർച്ച് 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഈസ് എനി സെറ്റ് ദെൻ യു ഇൻ്റർസെക്ഷൻ എ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് ആദ്യം ഒരു വെൻ ഡയഗ്രാം കൺസിഡർ ചെയ്യാം. ഒരു യൂണിവേഴ്സൽ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. ഒരു എ എന്ന് പറയുന്ന സെറ്റിൻ്റെ യൂണിവേഴ്സൽ സെറ്റാണ് യു എങ്കിൽ എ നിർബന്ധമായും എവിടെ ഉണ്ടായിരിക്കണം? എ നിർബന്ധമായും യുവിൽ ഉണ്ടായിരിക്കണം അല്ലേ? ഇതാണ് എൻ്റെ എ. സോ യുവിൻ്റെ ഒരു സബ്സെറ്റാണ് എ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എൻ്റെയും യുവിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. ഇതിൽ രണ്ടിലും, യുവിലും എയിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? എ തന്നെയാണ്. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. യു ഇൻ്റർസെക്ഷൻ എ തന്നെയാണ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻസ്. കൺസിഡർ ദ സെറ്റ് യു എലമെൻറ്റ്സ് എ ബി സി ഡി ഇ എഫ് ജി ആണ്. ആൻഡ് എ തന്നിരിക്കുന്നത് ബി സി ഡി ഇ ആൻഡ് ബി എ സി ജി. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ആൻഡ് ദെൻ വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നാണ്. അപ്പം ഈ ലോ എന്താണ്? ഡിമോർഗൻസ് ലോ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഡിമോർഗൻസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സെറ്റ് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഡിമോർഗൻസ് ലോ എന്താണ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സോ നമ്മൾ ആദ്യം എ എന്താണെന്നൊന്ന് മാറ്റി എഴുതാണ്. എ ബി സി ഡി ഇ ആണ്. അത് വെച്ചിട്ട് എ കോംപ്ലിമെൻറ്റ് നമുക്ക് പറയാലോ. എ കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കാണാം? എയിലില്ലാത്തതും യുവിലുള്ളതുമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. എ ഒഴികെ യുവിലുള്ള ബാക്കി എലമെൻറ്റ്സ്. ഓക്കെ, സോ എ കാണും, അതിൽ എഫ് ആൻഡ് ജി ഉണ്ടാവും അല്ലേ? ഇനി ബി കോംപ്ലിമെൻറ്റ്, ആദ്യം ബി ഒന്ന് എഴുതാം. എ സി ജി and b complement will be, b complement എന്തായിരിക്കും വരിക? b d e f. ഓക്കെ, d ആണ്. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി എ യൂണിയൻ ബി ഒന്ന് കണ്ടു നോക്കിയേ. എ യൂണിയൻ ബി എന്താണ്? ഇത് രണ്ടുമാണ് അല്ലേ? എ യൂണിയൻ ബി വരിക എ ബി സി ഡി ഇ എഫ് ഇല്ല, ജി ഉണ്ടല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ് വരിക? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. യുവിൽ നോക്കുക, യുവിൽ ഉള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതുമായ എലമെൻറ്റ് അത് എഫ് ആണ്. സോ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് വരുന്നത് എഫ് ആണ്. ഇനി നമുക്ക് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്താണെന്ന് അറിയാം. ഇത് വെച്ചിട്ട് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഇൻ്റർസെക്ഷൻ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്, ഏതൊക്കെയാണ്? എഫ് ആണല്ലേ? ഓക്കെ, സോ ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സോ ഇതിവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ എ വെൻ ഡയഗ്രാം ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് യു. 1 മുതൽ 13 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫിഗർ നോക്കുക, വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ എ ഉണ്ട്, ബി ഉണ്ട്, അതിലുള്ള എലമെൻറ്റ്സ് ഒക്കെ അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഡയഗ്രാം നോക്കി നമുക്ക് എന്താണ് എഴുതേണ്ടത്? റൈറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സെറ്റ് എ ബി ഇൻ റോസ്റ്റർ ഫോം. എന്തായിരുന്നു റോസ്റ്റർ ഫോം? സെറ്റുകളെ കേളി ബ്രാക്കറ്റ്, സെറ്റിലുള്ള എലമെൻറ്റ്സിനെ കേളി ബ്രാക്കറ്റിലായി എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. സോ എ എങ്ങനെ പറയാം നമുക്ക്? ഫിഗറിൽ നോക്കുക, എയിൽ മാത്രമായിട്ട് എ ഇതാണല്ലേ, ഈ ഒരു സർക്കിളാണ് എ വരുന്നത്. അപ്പം എയിലുള്ള എലമെൻറ്റ്സ് 6, 3, 10 and 4 ആണ്. സോ എ എന്താണ്? 6, 3, 4 and 10. അതേപോലെ ബി നമുക്ക് കണ്ടെത്താലോ. ബി ഈ ഒരു ഫുൾ സർക്കിളാണല്ലേ. സോ 3, 2, 4, 5, 11 ഇത്രയും വരുന്നുണ്ട്.
ഇനി ഇതാ വീണ്ടും ഇവിടെ കാണാം നമുക്ക് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എന്താണത്? ഡി മോർഗൻസ് ലോ. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബി കണ്ടേ, എ യൂണിയൻ ബി നോക്കിയേ, എ യൂണിയൻ ബി 2 3 4 5 6 10 11. ഓക്കെ, ഇനി എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാമല്ലോ. 1, പിന്നെ 7 ആണ് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. 5 6 വന്നു, 7 8 ഇല്ല, 9 ഇല്ല, 10 ഉണ്ട്, 11 ഉണ്ട്, 12 and 13. ഇത്രയാണ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എ കോംപ്ലിമെൻറ്റ് കാണാമല്ലോ. 1 2 3 4 അവിടെ വന്നു, 5 6 അവിടെ വന്നു, 7 8 9 11 12 and 13. ഓക്കെ, ബി കോംപ്ലിമെൻറ്റോ 1 2 3 4 5 വന്നു അവിടെ, 6 7 8 9 10 12 and 13. ഓക്കെ, ഇനി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഒന്ന് കണ്ടേ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1 ഉണ്ട്, 2 ഇല്ല, 5 ഇല്ല, 7 ഇല്ല, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 11 ഇല്ല, 12 ഉണ്ട്, 13 ഉണ്ട്. ഇനി ഇതിലേതേ മിസ്സായിട്ടുണ്ടോ നോക്കിയേ. ഇല്ലല്ലോ അല്ലേ. 1 7 8 9 12 13. അപ്പം ഇവിടെ ഒന്ന് നോക്കിയേ, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്തായിരുന്നു? 1 7 8 9 12 13. അതേ തന്നെയല്ലേ നമുക്ക് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് വന്നിട്ടുള്ളത്. സോ ഇവിടെ അത് വെരിഫൈഡ് ആണ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഇനി നമുക്ക് കാണേണ്ടത് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. ഈ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലുള്ള എലമെൻറ്റ്സ് ആണ്. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിച്ച ആദ്യം. എ ഇൻ്റർസെക്ഷൻ ബി നോക്കിയേ. എ ഇൻ്റർസെക്ഷൻ ബി വിൽ ബി 3 4 ആണല്ലോ അല്ലേ. 3ഉം 4ഉം ആണ് കോമൺ ആയിട്ട് വരുന്ന ആകെയുള്ള എലമെൻറ്റ്സ് എയിലും ബിയിലും. സോ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റിൽ ഈ 3ഉം 4ഉം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും ടോട്ടൽ 13 എലമെൻറ്റ്സ് ആയിരുന്നു യൂണിയനിലുള്ളത്, യൂണിവേഴ്സൽ സെറ്റിലുള്ളത്. സോ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് വിൽ ബി 3 4 ഒഴിച്ചിട്ടുള്ള ബാക്കി എലമെൻറ്റ്സ്. അപ്പം 11 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുക. മാർച്ച് 2019 വന്നിട്ടുള്ളതാണ്. നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 11 ആണ്. സോ എ ഒന്ന് നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് എഴുതി നോക്കാം. 11ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സാണ് 2 3 5 7, പിന്നെ 11 വരുന്നത്. സോ 7 ആണ്. ലെസ് ദാൻ 11 എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ 7 വരെ വരുള്ളൂ. ഇനി ബി എന്ന് പറയുന്ന സെറ്റോ, x is an integer such that 2 less than or equal to x less than or equal to 8 എന്നാണ് തന്നിട്ടുള്ളത്. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ എന്താ 0 1 2 3 പോയി, അതേപോലെ -1 -2 -3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. സോ ഇതിൽ 2ഉം 8ഉം അടക്കം 2ൻ്റെ 8ൻ്റെ ഇടയിലുള്ള എലമെൻസും വരും. അതാണല്ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ ലെക്ചേഴ്സ് പോയി നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഇൻ്റർവെൽസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ അത് കവർ ചെയ്തിട്ടുണ്ട്. സോ 2 3 4 5 6 7 8ഉം വരും അല്ലേ. ഓക്കെ, അപ്പം എയും ബിയും കിട്ടിക്കഴിഞ്ഞു. ഇനി അതിലെ എ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് സി എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ആണ്. നമുക്ക് കാണാമല്ലോ, എയും കിട്ടി ബിയും കിട്ടി. ഇതിലുള്ള എലമെൻറ്റ്സ് കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് അല്ലേ. So 2 3 4 5 7 will be A intersection B. And B question നോക്കിയേ. Find the number of subsets of C which has 3 elements. 3 elements വരുന്ന നമ്പർ ഓഫ് സബ്സെറ്റുകളാണ് നമുക്ക് കാണേണ്ടത് സിയുടെ.
ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സബ്സെറ്റുകൾ എഴുതി നോക്കാം അല്ലേ. നോക്കാം, നമ്മുടെ സെറ്റ് ഏതാണ്? 2 3 4 5 7 ആണ്. സോ ഇതിൽ 3 എലമെൻറ്റ്സ് വരുന്ന സബ്സെറ്റുകളാണ് നമുക്ക് വേണ്ടത്. നോക്കുക, 2 3 4, പിന്നെയോ 2 3 5, 2 3 7, അടുത്തത് 2 4 5, 2 4 7, 2 5 7, 3 4 5, 3 4 7, 3 5 7, പിന്നെ ലാസ്റ്റ് വരുന്നത് 4 5 7. ഓക്കെ, എത്ര എലമെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്? എത്ര സബ്സെറ്റുകളാണ് വന്നിട്ടുള്ളത്? 3 3 3 1. 10 സബ്സെറ്റുകളാണല്ലേ വന്നിട്ടുള്ളത്. സോ n ഓഫ് A ഇൻ്റർസെക്ഷൻ B നമുക്ക് എന്ത് പറയാം? 10 എന്ന് പറയാം. ഓക്കെ, സോറി, n ഓഫ് A ഇൻ്റർസെക്ഷൻ B അല്ല, n ഓഫ് A ഇൻ്റർസെക്ഷൻ B അല്ല, എന്താണ്? 3 എലമെൻറ്റ്സ് വരുന്ന സബ്സെറ്റുകളുടെ എണ്ണമാണ് 10 സബ്സെറ്റുകൾ വരുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, സോറി ഇത് നമുക്ക് അടുത്ത ചാപ്റ്ററുകൾ വരുന്നതാണ്. സോ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന 2019 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് 63, then the number of elements of the set is ആണ് ചോദ്യം. അപ്പോൾ നമുക്കറിയായിരുന്നു നമ്പർ ഓഫ് സബ്സെറ്റുകൾ എന്താണ്. നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സബ്സെറ്റ് എങ്ങനെ കാണാം? 2n ആണല്ലേ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ സബ്സെറ്റുകൾ എന്തായിരുന്നു? പ്രോപ്പർ സബ്സെറ്റുകൾ എന്ന് പറയുന്നത് ആ സെറ്റ് ഒഴികെ ബാക്കി വരുന്ന എല്ലാ സബ്സെറ്റുകളും, സെറ്റ് എ ഒഴികെ ബാക്കി വരുന്ന എല്ലാ സബ്സെറ്റുകളും എന്താണ്? അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റുകളാണ്. സോ ആ ഒരു സെറ്റ് ഒഴികെയാണ്, അപ്പം ആ സെറ്റ് അടക്കമാണ് എന്ത്? എല്ലാ സബ്സെറ്റുകളുടെ എണ്ണം 2n എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ സെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എന്താണ്? 2n - 1 ആണ് നമ്മുടെ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം. ഓക്കെ, പ്രോപ്പർ സബ്സെറ്റിൻ്റെ നമ്പർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2n - 1 എന്ന് പറയുന്നത് 63 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 2n എന്തായിരിക്കും? 64 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. 64നെ നമുക്ക് ആദ്യം 2ൻ്റെ പവേഴ്സ് ആക്കി എഴുതാം. എങ്ങനെ? 2 സ്ക്വയർ എന്താണ്? 4 ആണ്. 2 ക്യൂബ് 8 ആണ്. 2⁴ 16 ആണ്. 2⁵ എന്താണ്? 32 ആണ്. 2⁶ 64 ആണ്. ഓക്കെ, അപ്പം 2n നമുക്ക് 2⁶ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ 2n ആണ് 2⁶. ഈ n-ഉം 6-ഉം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ n എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 6 ആണ് വരിക. ഓക്കെ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരിക 6 ആണ്. ഓക്കെ, അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കുക. ബി ക്വസ്റ്റ്യൻ വായിച്ചേ. ഇഫ് a = x such that x is a letter in the word. മാത്തമാറ്റിക്സിലുള്ള വേർഡ്സിലെ ലെറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ്. സോ എനെ നമുക്ക് എങ്ങനെ എഴുതാം? എ വിൽ ബി M-A-T-H-E-M. റിപ്പീറ്റ് ചെയ്യണ്ട, കാരണം സെറ്റിൽ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല. A റിപ്പീറ്റ് ചെയ്യില്ല. T എഴുതി. I-N-C-S. ഓക്കെ, ആൻഡ് ബി എന്താണ്? Y is a letter in the word statistics എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ S-T-A-I
ടി ഐ ഒക്കെ വന്നു കഴിഞ്ഞു, സി. ഓക്കെ, ഇത്ര എലമെൻറ്റ്സ് ആണ് വരിക എയിലും ബിയിലും. ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തത് എ മൈനസ് ബി ആണ്. എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? എയിൽ നിന്ന് ബി കുറയ്ക്കാം, എയിലുള്ള എലമെൻറ്റ്സിൽ നിന്ന് ബി കുറയ്ക്കാം. അപ്പോൾ നോക്കിയേ, എയിലുള്ള എലമെൻറ്റ്സ് എം എ ടി എച്ച് ഇ ഐ സി എസ് ആണ്. ഇതിൽ നിന്ന് എസ് ടി എ ഐ സി എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഒക്കെ കുറയ്ക്കാം. സോ എം എ കുറഞ്ഞു, ടി കുറഞ്ഞു, എച്ച് അവിടെ ഉണ്ട്, ഇ ഐ ഇല്ല, സി ഇല്ല, എസ്. എം എച്ച് ഇ സി എസ് ആണ് വരിക. ഓക്കെ, എ മൈനസ് ബി എം എച്ച് ഇ എസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഇൻ്റർസെക്ഷൻ ബി ആണ് ചോദിച്ചിട്ടുള്ളത്. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി നോക്കിയേ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എസ് ഉണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, സി ഉണ്ട്. സോ എ ഇൻ്റർസെക്ഷൻ ബി, ബി ഇറ്റ് സെൽഫ് ആണ്. അതെ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഡ്രോ വെൻ ഡയഗ്രാംസ് വിച്ച് റെപ്രസെൻറ്റ്സ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റും അതേപോലെ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം ഒരു യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്ന സമയത്ത്, വെൻ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് വേണം അല്ലേ? സോ ഒന്നാമത്തെ ചിത്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിൽ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് ഒരു രണ്ട് സെറ്റുകൾ വരയ്ക്കുമ്പോൾ അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്തും കൊണ്ടാണ് വരയ്ക്കുക. സോ എ എന്ന് പറയുന്നൊരു സെറ്റ് എടുത്തു ആൻഡ് ബി എന്ന് പറയുന്നൊരു സെറ്റും എടുത്തു. ഓക്കെ, ഇത് ബി ആൻഡ് ദിസ് ഈസ് എ. സോ എ യൂണിയൻ ബി എന്താണ്? രണ്ടിലും സെയിം ആയിട്ട് വരുന്നതാണ് അല്ലേ? സെയിം ആയിട്ടല്ല, രണ്ടിലും വരുന്ന എലമെൻസിൻ്റെ മൊത്തം കളക്ഷനാണ്. അപ്പോൾ ഇതാണ്, ഈ റെഡിൽ വരുന്നതാണ് നമ്മുടെ എ യൂണിയൻ ബി. സോ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഈ എ യൂണിയൻ ബി റെഡിലുള്ളത് ഒഴിച്ച് ബാക്കി വരുന്ന യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻസ് ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം? ഞാനതിനിതാ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ സെറ്റ് വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗ്രീൻ കളറാണ് നമ്മുടെ പോർഷൻസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ആദ്യം നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് വേണം ആൻഡ് എ ബി വേണം. എ വന്നു ആൻഡ് ബി വന്നു. ഇതാണ് എ, ഇതാണ് ബി. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം എങ്ങനെയാണ് വരിക? എ കോംപ്ലിമെൻ്റ് ആണ് ഞാൻ എന്താ വൈറ്റ് ഷെയ്ഡിൽ, എ ഒഴിച്ച് ബാക്കി വരുന്ന എലമെൻറ്റ്സ്, എ ഒഴിച്ച് ബാക്കി വരുന്ന എലമെൻറ്റ്സ്. ഓക്കെ, ഈ വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണെന്ത്? എൻ്റെ എ കോംപ്ലിമെൻറ്റ്. ഇനി ബി കോംപ്ലിമെൻറ്റ്, ബി ഒഴിച്ച് ബാക്കി വരുന്നത് ഇതാണല്ലേ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ഏതാണ്? ഈ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ബാക്കി വരുന്ന എല്ലാ ഭാഗവും എന്താണ്? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ജനുവരി 2022 വന്നിട്ടുള്ളതാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ നമുക്കൊന്ന് എഴുതി നോക്കാം. എ എന്ന് പറയുന്ന എൻ്റെ സെറ്റ് എങ്ങനെയാണ് വരിക? 3ൽ കുറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് 1 മുതലാണ് തുടങ്ങുന്നത്. 1 2 3 വേണ്ട അല്ലേ? 3 ലെസ് ദാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ റെപ്രസെൻറ്റ് ദ സെറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. ഇതാണ് അപ്പോൾ എൻ്റെ റോസ്റ്റർ ഫോം ആണല്ലോ. നമ്മളിങ്ങനെ കേളി ബ്രാക്കിൽ എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. ഇനി റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ. സബ്സെറ്റുകളാണ് നമുക്ക് കാണേണ്ടത്. ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകളിൽ നിർബന്ധമായും എന്തുണ്ടായിരിക്കും? 5. അത് മറന്നു പോകരുത്. 5 എന്ന് പറയുന്നത് എൻ്റെ ഒരു സബ്സെറ്റാണ്. അടുത്തൊരു സെറ്റ് നോക്കിയാൽ ആദ്യം നമ്മൾ സിംഗിൾട്ടൺ സെറ്റുകളൊക്കെ എഴുതാം. എൻ്റെ സിംഗിൾട്ടൺ സെറ്റുകൾ 1 and 2 ആണ്. ആകെ 2 എലമെൻറ്റ്സേ ഉള്ളൂ. സോ 2 സിംഗിൾട്ടൺ സെറ്റുകളാണ് വരിക. സിംഗിൾട്ടൺ സെറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു?
ഒരെലമെൻറ്റ് മാത്രം വരുന്ന സെറ്റ് 1 and 2 വന്നു കഴിഞ്ഞു. ഇനി എനിക്ക് വരാൻ പോകുന്നത് 1 2 എന്ന് പറയുന്ന ഒരു സെറ്റ്, അതായത് എ എന്ന് പറയുന്ന സെറ്റ് ഇറ്റ് സെൽഫ്. ഇനി 2 1 എന്ന് എഴുതണോ? വേണ്ട, കാരണം റിപ്പീറ്റേഷൻ പാടില്ല, അല്ലെങ്കിൽ ഓർഡർ നമുക്ക് പാടില്ല. ഓർഡർ എന്ത് സംഭവിക്കരുത്? വേണ്ട. കാരണം എന്താണ്? നമുക്ക് ഓർഡർ ബാധകമല്ല. സെറ്റിൽ ഓർഡർ മാറിയാൽ നമ്മൾ പരിഗണിക്കുന്നില്ല. സോ 1 2 എന്ന് പറയുന്നതാണ് എന്ത് സെറ്റ്. 2 1 എന്നുള്ളത് ആവശ്യമില്ല. സോ ഇത്രയും 4 സെറ്റുകളാണ് നമുക്ക് വരിക. ഓക്കെ, സോ ഇതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 6th ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. 1 മുതൽ 8 വരെയാണ് തന്നിട്ടുള്ളത്. എ എന്ന് പറയുന്നത് 2 4 6 8 ആൻഡ് ബി 2 4 8 ആണ്. നമുക്ക് ആദ്യം എ കോംപ്ലിമെൻറ്റ് കാണണം. എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി വരുന്ന യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റ്സ്. സോ അവിടെ 1 ഇല്ല എയിൽ. സോ 1 3 5 7 ഓക്കെ, ഇത്രയാണ് എൻ്റെ എ കോംപ്ലിമെൻറ്റ് വരിക. ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്താണ്? 2 4 8 ഒഴിച്ച് ബാക്കി വരുന്ന യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റ്സ് 1 3 5 6 7 ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോ ആദ്യം ഞാൻ എ യൂണിയൻ ബി കാണാം. എ യൂണിയൻ ബി എന്താണ്? 1 3 5 7 6 ആണല്ലേ. രണ്ടിലെയും എലമെൻറ്റ്സ് ഒരുമിച്ച് എഴുതി. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്താണ്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് 2 4 6 വന്നു, 7 വന്നു, പിന്നെ വരുന്നത് 8 ആണല്ലേ. ഓക്കെ, കിട്ടിക്കഴിഞ്ഞു. ഇത് കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ പറഞ്ഞത് വെരിഫൈ ചെയ്യാനാണ്. ഇതാ വീണ്ടും ഡിമോർഗൻസ് ലോ വന്നു കഴിഞ്ഞു. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സോ നമുക്ക് എ കോംപ്ലിമെൻറ്റും കിട്ടിയിട്ടുണ്ട്, ബി കോംപ്ലിമെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടും? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് 1 3 5 7 അല്ലേ. ഇതിൽ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ലേ. എ യൂണിയൻ ബി എന്ന് പറയുന്നത്, ഓ സോറി, ഞാൻ എ കോംപ്ലിമെൻറ്റിൻ്റെ ബി കോംപ്ലിമെൻറ്റിൻ്റെ യൂണിയനാണ് ഇവിടെ എ യൂണിയൻ ബി എഴുതിയിരിക്കുന്നത്. സോ എൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. സോ അതൊന്ന് നോക്കുക. എ യൂണിയൻ ബി നമുക്ക് തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന സെറ്റ് 2 4 6 8 ആണ്. ബി അതാണ്. സോ എ യൂണിയൻ ബി എന്താണ് വരിക? 2 4 6 8 ആണ്. അപ്പം എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്താണ് വരിക? 1 3 5 7 അതെ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും എന്താണ്? സെയിം ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് നോക്കേണ്ടത്. റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6 ആണ്. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6 ചെറിയ പ്രൈം നമ്പേഴ്സ് 2 3 and 5 അല്ലേ. അപ്പോൾ ഇതാണ് ആ സെറ്റ് വരുന്നത്. സോ 7th ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് 8th ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് തന്നിരിക്കുന്നത് 1 2 3 4 5 and 6 ആണ്. ആൻഡ് എ 2 3 ആണ്, ബി 3 4 5 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് ഫൈൻഡ് എ കോംപ്ലിമെൻ്റ് ആൻഡ് ബി കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻ്റ് നോക്കിയേ. എ എന്ന് പറയുന്നത് 2 3 ആണ്. സോ എ കോംപ്ലിമെൻ്റ് വിൽ ബി 1 4 5 and 6. ബി കോംപ്ലിമെൻ്റോ 1 2 and 6. ഇതിൽ നിന്ന് നമുക്ക് ഡിമോർഗൻസ് ലോ ആണ് വെരിഫൈ ചെയ്യേണ്ടത്. എ യൂണിയൻ ബി ആദ്യം കാണാം. എ യൂണിയൻ ബി എന്താണ്? 2 3 4 5 ആണ്. ഇതാ എ ഇതാണ്, ബി ഇതാണ്. സോ എ യൂണിയൻ ബി ഇതാണ്. ഇനി എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എങ്ങനെ കാണും? 2 3 4 5 ഒഴിച്ച് യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെൻറ്റ്സ്. സോ 1 and 6 ആണ്.
എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് വരിക. ഇനി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഇതാണ്, ബി കോംപ്ലിമെൻറ്റ് ഇതാണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതാ? 1 and 6 ആണ്. സോ ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. എ യൂണിയൻ ബിയും ബി കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ഈക്വൽ ആണ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതെന്ത് ലോ ആണ്? ഡി മോർഗൻസ് ലോ. മറക്കരുത്, ഡി മോർഗൻസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. സോ ഇറ്റ്സ് മീ മിസ്റ്റർ മാക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.